ശൈവമതവും യോഗയുമായി വളരെ ആഴത്തിലുള്ളതും അഭേദ്യവുമായ ബന്ധമാണുള്ളത്. ശിവനെ ആദിയോഗി, ആദ്യത്തെ യോഗി അല്ലെങ്കിൽ യോഗേശ്വരൻ, യോഗികളുടെ നാഥൻ എന്നാണ് ശൈവ പാരമ്പര്യത്തിൽ കണക്കാക്കുന്നത്. അതിനാൽ യോഗയുടെ ഉത്ഭവം തന്നെ ശൈവമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശൈവവും യോഗയും തമ്മിലുള്ള ബന്ധം. ശൈവമതത്തിൽ യോഗയ്ക്ക് സുപ്രധാനമായ 3 പ്രാധാന്യങ്ങളാണുള്ളത്. ശിവനെയാണ് യോഗശാസ്ത്രത്തിന്റെ ആദ്യത്തെ ഗുരുവും ഉപജ്ഞാതാവുമായി കണക്കാക്കുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് ശിവൻ സമാധിയിലിരുന്ന് ലഭിച്ച അറിവുകൾ സപ്തർഷികൾക്ക് 7 മഹർഷിമാർക്ക് പകർന്നു നൽകി. അങ്ങനെ യോഗലോകമെമ്പാടും പ്രചരിച്ചു. ഇക്കാരണത്താൽ യോഗയുടെ പരമമായ ലക്ഷ്യമായ മോക്ഷം അഥവാ പരമമായ ബോധത്തിൽ ലയിക്കാനുള്ള മാർഗമായി ശൈവർ യോഗയെ കാണുന്നു. ശൈവമതത്തിലെ പല പ്രധാന ഉപവിഭാഗങ്ങളും, പ്രത്യേകിച്ചും കാശ്മീരി ശൈവം, ശൈവ സിദ്ധാന്തം എന്നിവ മോക്ഷപ്രാപ്തിക്ക് ശിവനിൽ ലയിക്കുന്നതിന് യോഗയെ പ്രധാന ഉപാധിയായി കണക്കാക്കുന്നു. ശൈവ സിദ്ധാന്തമനുസരിച്ച് ജീവാത്മാവായ പശു പരമാത്മാവായ പതി ശിവനുമായി ലയിക്കാൻ യോഗ സഹായിക്കുന്നു. യോഗമാർഗം, ബ്രഹ്മചര്യം, തപസ്, ജ്ഞാനം, ധ്യാനം, മന്ത്രോച്ചാരണം എന്നിവ ശൈവ ആചാരങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഇന്ന് പ്രചാരത്തിലുള്ള ഹഠയോഗ പാരമ്പര്യത്തിന്റെ ഉത്ഭവം പലപ്പോഴും നാഥ് പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാഥ് പാരമ്പര്യമാകട്ടെ മത്സ്യേന്ദ്രനാഥൻ, ഗോരഖ്നാഥൻ എന്നിവരുമായി ബന്ധപ്പെട്ട തീവ്രമായ ഒരു ശൈവ വിഭാഗമാണ്. ശിവനെ മഹാകാലനായി ആരാധിക്കുന്ന കാപാലികർ പോലുള്ള പുരാതന ശൈവ വിഭാഗങ്ങളും കഠിനമായ യോഗാഭ്യാസങ്ങൾ പിന്തുടർന്നിരുന്നു. പ്രധാന ശൈവ യോഗ സമ്പ്രദായങ്ങൾ. ശിവനെ പരമമായ തത്വമായി കാണുന്ന പല യോഗ സമ്പ്രദായങ്ങളും നിലവിലുണ്ട്. സമ്പ്രദായം. പ്രധാന ആശയം: പശുപത യോഗ. ശൈവമതത്തിലെ ഏറ്റവും പുരാതന യോഗ പാരമ്പര്യങ്ങളിലൊന്ന്. കാശ്മീരി ശൈവം ത്രൈക യോഗ എന്നും അറിയപ്പെടുന്നു. ശിവൻ മാത്രമാണ് സത്യമെന്നും ലോകം ശിവന്റെ പ്രകാശമാണെന്നും ഇത് പഠിപ്പിക്കുന്നു. ശിവനിൽ സ്വയമർപ്പിച്ചുള്ള പ്രത്യഭിജ്ഞ, തിരിച്ചറിവ് വഴിയാണ് മോക്ഷം നേടുന്നത്. ശൈവ സിദ്ധാന്തം. ആചാരങ്ങൾ, ധ്യാനം, യോഗ എന്നിവയിലൂടെ മോക്ഷം നേടാൻ ഊന്നൽ നൽകുന്നു. നാഥ് പാരമ്പര്യം. യോഗയിലൂടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും കുണ്ടലിനി ശക്തി ഉണർത്തുന്നതിനും പ്രാധാന്യം നൽകുന്നു. ഇത് ഹഠയോഗത്തിന്റെ അടിസ്ഥാനമാണ്.